ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി. ഈ 2024 മലയാളികളാണ് മാറി ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇന്നലെ ജയിൽ സംഭാഷണങ്ങളിൽ ജാസ്മിൻ നോറയോട് പറഞ്ഞ 2 ഡയലോഗുകളാണ്. ഈ ക്ലാരിറ്റി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ ഈ മദാമയ്ക്ക്? ക്ലാരിറ്റി എന്നാൽ വ്യക്തത, ഡെഫിനിഷൻ എന്നും പറയാം. ഒരു ബന്ധത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ക്ലാരിറ്റി എന്നൊരു സാധനം. ഇത് ഞാനൊരു XYZ ഫോർമാറ്റിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം, കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്. സ്വന്തം നാട്ടിലുള്ള ഒരാളോട് നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് വാക്കും കൊടുത്തിട്ട് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് അതിനേക്കാൾ തൊലിവെളുപ്പും പൈസയുള്ള ഒരുത്തനെ കണ്ടപ്പോ ആദ്യം കണ്ടവനെ തേക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അപ്പ കാണുന്നവനെ അപ്പ എന്നോ ഷുഗർ ഡാഡി എന്നോ വിളിക്കും ഈ തേപ്പുകാരി. മറ്റവൻ നാട്ടുകാരുടെ പുച്ഛവും പരിഹാസവും എല്ലാം കേട്ടിരിക്കട്ടെ, ഞാൻ ഇവനുമായിട്ട് സെറ്റ് ആവാം, എന്നിട്ട് ഇവനേക്കാൾ നല്ലൊരുത്തിനെ കിട്ടുമ്പോ ഇവനെയും തേക്കാം. ലാലേട്ടന്റെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം, തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം. ആ ഒരു തോട്ട് പ്രോസസ് ആണ് ജാസ്മിൻ ഉള്ളത്. ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ജാസ്മിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇല്ലെങ്കിൽ വന്നു കയറി 2ാമത്തെ ദിവസം തന്നെ കോംബോ ഉണ്ടാക്കി പ്രേക്ഷകരെ പൊട്ടന്മാരാകത്തില്ല. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിൻ ഇന്നലെ ഇത് പറയുന്നത് കേട്ടപ്പോ. ഇനി മലയാളികളുടെ മൈൻഡ് സെറ്റ് ആണ് ജാസ്മിന്റെ പ്രശ്നമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്ന് പറയുന്ന വിവരവും വെളിവും ബോധവും ഇല്ലാത്ത ഇതിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീൻ വെട്ടിയാൽ കൈ കഴുകണമെന്നാണ് പറയുന്നത്. മീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരും ആ നാറ്റം വെച്ചോണ്ട് നടക്കില്ല. ഗബ്രിയെ ഉപേക്ഷിച്ച് വിക്ടിം ഗെയിമിലേക്കൊന്നും ഇറങ്ങാൻ ജാസ്മിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. വിക്ടിം കാർഡ് ഇറക്കാനാണെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി വേണം. വായിൽ നിന്നും വീഴുന്ന വൃത്തികെട്ട വർത്താനവും അഹങ്കാരവും പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്നൊരു തോട്ടുമുള്ള ആർക്കും ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. ഒറ്റപ്പെട്ട് നിന്നിട്ട് ആ ഒരു വിക്ടിം കാർഡ് ഇറക്കാൻ കഴിയില്ല. എവിടെയും അതൊക്കെ കയ്യിൽ നിന്ന് പോവും. അതാണ് ഇന്നലെ കയ്യിൽ നിന്ന് പോയത്. അതുകൊണ്ട് ഈ ആഴ്ച തുടങ്ങിയപ്പോഴുള്ള ജാസ്മിന്റെ പട്ടിഷോ ഒരാഴ്ച തികയ്ക്കും മുന്നേ തന്നെ പൊട്ടിപ്പോയതായി അറിയിച്ചു കൊള്ളുന്നു. ഗെയിം നിലനിർത്താൻ ജാസ്മിൻ ശ്രമിച്ചു, പക്ഷെ അതിനുള്ള ബോധവും വകതിരിവും ഒന്നുമില്ല ഈ പുള്ളിക്കാരിക്ക്. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ മട്ടാണ്.